കാണാൻ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിരുന്നു. നേതാവ് കൂടി ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റുമോ? എന്നാലും ചായ കുടിക്കും. നമസ്കാരം സാർ. പേഴ്സണലായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇവിടെ വെച്ച് വരൂ. നാളെ നമ്മുടെ കമ്പനിയുടെ ഉദ്ഘാടനമാണ്. അപ്പോ കാണേണ്ടതുപോലെ ഒന്ന് കാണാനും തരാനുള്ളത് തരാനുമാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ പാരിതോഷികം ഒന്നും ഞാൻ കൈപ്പറ്റാറില്ല. ഇത് കൈപ്പറ്റാവുന്ന പാരിതോഷികമാണ്. ഒന്ന് പിടിച്ചേ. ഗുണ്ടായിസം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആണുങ്ങളുണ്ടെന്ന് മനസ്സിലാക്കൂ. ഇത് വെറും ഒരു വാണിംഗ് മാത്രമാണ്. ഈ വിവരം പുറത്തു പറയണ്ട. സാറിന് തന്നെയാണ് അതിന്റെ കുറച്ചില്. ഞാൻ പറഞ്ഞ സാറ് മനസ്സിലായില്ലേ? വരട്ടെ, പോട്ടെ. പുള്ളിക്കാരൻ ഉദ്ഘാടനത്തിന് വരാമെന്ന് ഏറ്റിട്ടുണ്ട്. നിങ്ങളും വരണം. ഓ വരാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ഇനി ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഭൂരിഭാഗം തൊഴിലാളികളും നമ്മുടെ കൂടെയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ ഭംഗിയായി നാളെ ഉദ്ഘാടനം നടക്കും. ഒരിക്കലും ഇതൊന്നും സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ ആവശ്യപ്പെട്ടത് എനിക്കിപ്പോ നിറവേറ്റാൻ കഴിഞ്ഞു. ഇതിനൊക്കെ രാമേന്ദ്രനോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. നന്ദി പറയേണ്ടത് ഞാനാ. കമ്പനി തുറക്കാൻ അർച്ചന തീരുമാനിച്ചതിന്. ഇതിനൊക്കെ എനിക്ക് കഴിഞ്ഞത് രാമേന്ദ്രൻ കൂടെ നിന്നതുകൊണ്ടാ. ഇതേപോലെ എന്നും രാമേന്ദ്രൻ എന്റെ കൂടെ ഉണ്ടാവോ? അല്ലെങ്കിൽ ഞാൻ എന്തിനാ മഞ്ഞുള്ളത്? ഞാനെന്താ അവന്റെ ഡ്രൈവറോ? ഞാൻ കമ്പനിയിലോട്ട് ചെല്ലട്ടെ. അവിടെ ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. രാമേന്ദ്ര സൂക്ഷിക്കണം. ജിക്ക് ഇനി എന്ത് ചെയ്യാനും മടിക്കില്ല. എത്ര പണച്ചിലവ് വന്നാലും അത് കാര്യമാക്കണ്ട. നേരം വെളുക്കുമ്പോ അർച്ചന മിൽസിന്റെ ചാരം പോലും ഇവിടെ ബാക്കി ഉണ്ടാവരുത്. എല്ലാം ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം സാർ. വരുമെന്ന് ഞങ്ങൾ ഇത്രയും നേരം അവിടെ കാത്തിരുന്നു. കാണാതായപ്പം കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്ന. ഉദ്ഘാടനത്തിന് സമയമായി, നമുക്ക് അങ്ങോട്ട് പോവാം. ഉദ്ഘാടനത്തിനൊക്കെ വരാൻ ഞാനാരാ? അങ്ങനൊന്നും പറയരുത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കല്ല. പ്രശ്നം ഈ നാട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും സഹകരിക്കണ്ടേ? കമ്പനിയുടെ ഉദ്ഘാടനം ജിക്ക് തന്നെ നടത്തണമെന്നാ ഞങ്ങളുടെ ഒക്കെ. ഞാനൊന്നും പറയരുത്. ജിക്ക് തന്നെ ഉദ്ഘാടനം ഏറ്റെടുക്കാം. അല്ല, നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരും ജിക്കെ പ്രതീക്ഷ വരുന്നില്ല. ജയ്
ഇറങ്ങണം. ഫാക്ടറിയിൽ എല്ലായിടത്തും ബോംബ് വെച്ചിട്ടുണ്ട്. സ്വിച്ചിട്ടാ എല്ലാം പൊട്ടിത്തെറിക്കും. മതി. ഇനി വൈകിക്കണ്ട. സമാരംഭിക്കുകയായി. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ അർച്ചന മിൽസിന്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായ നേതാവ് GK അവർകൾ സ്വിച്ച് ഓൺ നടത്തി നിർവഹിക്കുന്നതാണ്. ഐശ്വര്യത്തോടെ സ്വിച്ച് ഓൺ ചെയ്യണം സർ. ആരെയൊക്കെ തല്ലി ഓടിച്ചാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അർച്ചന മിൽസ് ഞാൻ തുറക്കും. എന്ത് ത്യാഗം സഹിച്ചു. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. എഴുന്നേൽക്കണം നേതാവേ. ബോംബ് പൊട്ടിത്തെറിച്ച് എല്ലാം തകർന്നു വീഴുമെന്ന് വിചാരിച്ചല്ലേ? സ്വന്തം ജീവൻ കളഞ്ഞും ഈ ഫാക്ടറി തകർക്കാനാ താനിപ്പോ ശ്രമിച്ചത്. ഇനി താനെന്നല്ല, ലോകത്താര് വിചാരിച്ചാലും ഇത് തകർക്കാൻ കഴിയില്ല. ഇപ്പൊ താൻ പ്രവർത്തിപ്പിച്ച ആ യന്ത്രങ്ങളുണ്ടല്ലോ, ഒരിക്കലും നിലയ്ക്കാതെ നോക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. തന്നെ പോലുള്ളവരെ ശരിക്കും മനസ്സിലാക്കിയ ഇവിടുത്തെ തൊഴിലാളികളുണ്ട്. താൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ബോംബുകളൊക്കെ ഇപ്പൊ നിർവീര്യമാക്കി പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെന്ന് വാങ്ങിച്ചോളണം. ആ രാമേന്ദ്ര, ജീപ്പ് വന്നു. വരണം സർ. ഓ ഉദ്ഘാടനമെല്ലാം വളരെ ഭംഗിയായി ഇദ്ദേഹം നിർവഹിച്ചു. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദിയുണ്ട് സർ. നന്ദി പറയേണ്ടത് ഞാനാ. ഒരു വലിയ ക്രിമിനലിനെയാ എല്ലാ തെളിവുകളോടും കൂടി നിങ്ങൾ പിടിച്ചു വന്നിരിക്കുന്നത്. നമുക്കറ
നിക്ക്. ഇനി ഈ ബൊക്കെ സ്വീകരിക്കാനുള്ള അർഹത രാമേന്ദ്രനാണ് ഉള്ളത്.